നമസ്കാരം. എറണാകുളം തൃപ്പൂണിത്തുറയ്ക്കടുത്ത് തിരുവാണിയൂരിൽ ഗുണ്ടകളുടെ ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കി. ബാബു എന്ന യുവാവിനെയാണ് മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുണ്ടാ ഭീഷണിയെ തുടർന്നാണ് മരണമെന്ന് ആത്മഹത്യക്കുറിപ്പിലുണ്ട്. ഗുണ്ടകളായ ഹരീഷ്, മാണിക്യൻ എന്നിവർ മർദ്ദിച്ചതിന് ശേഷമാണ് ബാബു ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരും 5-ാം തീയതി ബാബുവിനെ ആക്രമിച്ചിരുന്നു. അടിപിടി കേസിൽ ജാമ്യത്തിലിറക്കാൻ ബാബു എത്തിയില്ല എന്ന കാരണം പറഞ്ഞായിരുന്നു മർദ്ദനം. ഇതേ തുടർന്ന് ബാബു പോലീസിൽ പരാതി നൽകി. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹിൽ പാലസ് പോലീസ് ബാബുവിന്റെ പരാതിയിൽ കേസെടുത്തിരുന്നു. 2 പ്രതികളും ഒളിവിലാണ്. ഹരീഷ് 2 കൊലപാതക കേസുകളിലും പ്രതിയാണ്. ബാബുവും ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു. ഗുണ്ടകളുടെ ഭീഷണിയെ തുടർന്നാണ് ജീവനൊടുക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ആത്മഹത്യക്കുറിപ്പും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബാബു എഴുതിയത് എന്ന് കരുതപ്പെടുന്ന കുറിപ്പിൽ ഗുണ്ടകളായ ഹരീഷ്, മാണിക്യൻ എന്നിവരുടെ മർദ്ദനത്തെയും ഭീഷണിയും തുടർന്നാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവാണിയൂരിനടുത്ത് കാഞ്ഞിരപ്പുഴ കവലീശ്വരം പുഴയുടെ തീരത്തിനോട് ചേർന്നുള്ള മരത്തിൽ ഞായറാഴ്ച രാവിലെ 6:30ഓടെയാണ് ബാബുവിനെ ജീവനൊടുക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യക്കുറിപ്പിലെ വിവരങ്ങൾ പ്രകാരം ഹരീഷും മാണിക്യനും കുറച്ചു നാളുകൾക്ക് മുന്നേ ഒരു അടിപിടി കേസിൽ അറസ്റ്റിലായിരുന്നു. ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ ബാബു സാക്ഷി പറയാൻ ചെല്ലാമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും എത്തിയില്ല. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ ഈ സംഭവത്തെ ചൊല്ലി ഹരീഷും മാണിക്യനും ബാബുവിനെ മർദ്ദിച്ചു. എന്തുകൊണ്ട് സാക്ഷി പറയാൻ എത്തിയില്ലെന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. അന്ന് തന്നെ ബാബു ഇതുമായി ബന്ധപ്പെട്ട് ഹിൽ പോലീസ് സ്റ്റേഷനിൽ 2 ഗുണ്ടകൾക്കുമെതിരെ പരാതി നൽകുകയായിരുന്നു. ബാബുവിന്റെ പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും പ്രതികളിൽ ഒരാളായ ഹരീഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഹരീഷിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനടക്കം ബാബുവും കൂടെയുണ്ടായിരുന്നു. ശേഷം ഇവർ മൂവരും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചതായും വിവരമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഹരീഷിനും മാണിക്യനുമെതിരെ ഹിൽ പാലസ് പോലീസിന് നൽകിയ പരാതിയുടെ എഫ്ഐആറിന്റെ പുറകിൽ എഴുതിയ നിലയിലാണ് ബാബുവിന്റെ ആത്മഹത്യക്കുറിപ്പ് പോലീസിന് ലഭിച്ചത്. നടപടിക്രമങ്ങൾക്ക് ശേഷം ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.